शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो ദേവീൻ്റെ ഓരോ ഭാവങ്ങളാണ് കേട്ടോ. ഇത് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ കഴിയില്ല. ഇത് കൊത്തിയെടുത്തതാണ് ഇവർ.
ഇവരില്ല മുളക് കണ്ടില്ലേ, നല്ല അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതെല്ലാം അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിച്ചത്. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്, ശക്തിയ ദേവതയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ മഹാദേവി ഇരിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തിരിക്കുന്ന ദേവിയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഷ്ട വരദാരിണി എന്നാണ് പറയുക. നമ്മൾ ദേവീൻ്റെ ആരുടം കാണാൻ വേണ്ടി പോകുന്നേ. ഇതിൻ്റെ കുറച്ചപ്പുറമാണ് ആരുടം. ഇവിടുത്തെ ദേശവാസികൾ ഒത്തൊരുമയും സ്നേഹവും അവരെ കരുതലും പ്രവർത്തനവുമാണ് ഇവിടെ കാണാനുള്ളത്. അത് വേറെ ഇത് മറ്റുള്ള ആൾക്കാരും കണ്ടുപിടിക്കാനുള്ള അനേകം കാര്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലും ചില ദേശത്ത് പോകുമ്പോൾ നമ്മൾ കാണാനുള്ളത്. നമ്മൾ ഒത്തൊരുമ ഇല്ലാതെ കൊണ്ടാണ് പല സ്ഥലത്തും പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ പുരോഗതി കണ്ടു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാം. ആ ദേശത്തെ ക്ഷേത്രത്തിന് തകർച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തിൻ്റെ തകർച്ച. ഇവിടുത്തെ ക്ഷേത്രം ഇവർ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഇത് ദേവീൻ്റെ ആരുടെ സ്ഥാനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ദേശക്കാർക്കും അത്രയധികം ദേവീനെ വിശ്വാസമാണ്. ഫുൾ വള്ളിക്കെട്ടാണ് കേട്ടോ. കാണേണ്ട സംഭവമാണ് ശരിക്കും. ഇത് പണ്ട് കാലത്ത് ശരിയായ വനപ്രദേശമായിരിക്കാം. അവിടെയാണ് അന്നദാനശാല എടുക്കുന്നത്. ഇതാണ് കേട്ടോ, ക്ഷേത്രത്തിൻ്റെ അന്നദാനശാലക്കായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉള്ളിൽ ചുമരിച്ചിത്രം ഉണ്ടായിരുന്നു അല്ലേ? ആ അതെ അതെ, പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വഴിപാടിൻ്റെ ക്ഷേത്രത്തിലെ വഴിപാടിൻ്റെ ആണ്. അല്ല ഞാൻ പറയാം, ക്ഷേത്രത്തിൻ്റെ വഴിപാടിൻ്റെ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫീസിലെ നമ്പറാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതല്ല ഇതോ ഇതല്ലേ, ഇതാണ് നമ്പർ കേട്ടോ. ആദ്യം കാണിച്ച നമ്പറല്ല, ഇതാ ഈ നമ്പറാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പം അത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു പറഞ്ഞു തരും. സുഭാഷിപ്പും ഉണ്ടോ ചെയർമാൻ? ഇത് ക്ഷേത്രത്തിൻ്റെ അന്നദാനശാല എടുക്കുക വന്നേ. ഇതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും പേര് ആക്കിയിട്ടുള്ളത്. ഇനി ആക്കാനുണ്ട്. ഇനി ബാക്കിയെല്ലാം കസലയും മേശയും ഫാനും കാര്യങ്ങളും ഒരുപാട് സംഭവം ഇനി വരാനുണ്ട്. അപ്പോൾ അവർ ഓരോന്നോരോന്ന് ആക്കി ഇങ്ങനെ എടുത്തു വരുന്നു. അപ്പം നാട്ടുകാരും നല്ല സഹകരണമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെ സഹായം ഇവിടെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. നമസ്തേ, നമസ്കാരം. എന്താ പേര്? സുഭാഷ്. ക്ഷേത്രത്തിൻ്റെ മുൻ
ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ്. ചെയർമാനാണ്. പിന്നെ എവിടെയാണ് വീട്? ഇവിടെ തന്നെയാണോ? ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എനിക്ക് അറിയാനുള്ളത് ധാരാളം പേര് നമ്മളോട് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെ പറ്റി പറഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളും ശക്തി ഉപാസകനാണ്. ഈ ഭാരതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളെ ചരിത്രങ്ങളോ ഐതിഹ്യങ്ങളോ പറഞ്ഞ് കേരളം മുതൽ കൈലാസം വരെ പോകുന്നതാണ്. ഇന്ത്യയിൽ ഇതുവരെ ആരും ഇത്രയും അധികം ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി പോയിട്ടില്ല. അദ്ദേഹത്തെ ഒരു അഘോരി സന്യാസി തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്രക്കിടയിൽ ഒത്തിരി ക്ഷേത്രങ്ങൾ തകർന്നതും തകർക്കപ്പെട്ടതുമായ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വയനാട് ജില്ലയിലും മറ്റു എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് ഈ ഭൂമിയിൽ വന്ന് അറ്റ്ലീസ്റ്റ് 4 പേർക്ക് തണലായിട്ട് നമ്മുടെ ഒരു മരങ്ങ് നടുക എന്ന് പറഞ്ഞ പോലെ ഒരു മരങ്ങ് നടുക. അത് നാട്ടിൻ്റെ പുരോഗതിക്കും നാട്ടിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം തെറ്റായ മാർഗത്തിലും വഴിയിലേക്കും ലഹരിയിലേക്കെല്ലാം പോകുന്നതുകൊണ്ടാണ് അത് നമ്മളിലുള്ള വിശ്വാസം കുറയുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലെല്ലാം തമ്മാമല ഇപ്പോൾ അടിച്ചു പോലെ ഒരു ദിവസം പോലും കൊലപാതകം ഇല്ലാത്ത ദിവസം ഉണ്ടാ അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? അപ്പം അതെന്തുകൊണ്ട് ചാനലും മാറ്റിയെടുക്കണ്ടേ? അതിന് ഇതേപോലെ എല്ലാവരും ഒത്തൊരുമയും സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി എല്ലാവരും ഉണ്ടാവണം. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ അറിയണം. ഇവിടെ എത്ര മണിക്കാണ് നട തുറക്കാറ്? ഇവിടെ നട തുറക്കുന്നത് കാലത്ത് 5:15 നട തുറക്കും. ഉച്ചപൂജയോടുകൂടി നട അടക്കും. അങ്ങനെ ചെയ്യാറ് അല്ലേ? പിന്നെ വൈകുന്നേരം 5:30 മണിയോടുകൂടി നട തുറക്കും. രാത്രി പൂജയോടുകൂടി. എത്ര മണിക്കാണ് നടക്കുക? രാത്രി പൂജ 7 മണിക്കാണ് സാധാരണ ദിവസങ്ങളിൽ. ആളുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടി നിൽക്കും അല്ലേ? ഇല്ല, സാധാരണ ദിവസങ്ങൾ അത്രയുണ്ട്. 8 മണിക്കുള്ളിൽ നട അടക്കും. ഈ ദേവസ്വത്തിന്റെ എല്ലാം ക്ഷേത്രങ്ങളിൽ ടൈമിംഗ് കണക്കായിരിക്കും അല്ലേ? അതെ, ആ സമയത്തിനുള്ളിൽ ചൊവ്വയും വെള്ളിയും രാത്രി നട അടക്കാൻ ലേറ്റ് ആവും. ചൊവ്വയും വെള്ളിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശക്തി പൂജ. അതുപോലെ തന്നെ രാത്രി ഗുരുതി എല്ലാം നടക്കുന്നത് ചൊവ്വയും വെള്ളിയാണ് അല്ലേ? രാത്രിയാണ് ഗുരുതി നടക്കുക. അപ്പൊ അത് ഗുരുതി കഴിഞ്ഞു രാത്രി 8:30 മണിയോട് 9 മണിയോട് കൂടി പ്രസാദം കൊടുത്ത് അതിനോട് കൂടി നട അടക്കുന്നതായിരിക്കും. അതായിരിക്കും. ഇവിടുത്തെ വിശേഷാൽ പൂജ എപ്പോൾ വരും? ചൊവ്വയും വെള്ളിയാണോ അല്ലെങ്കിൽ മറ്റേ ദിവസം? ചൊവ്വയും വെള്ളിയാണ് അല്ലേ? ഇവിടെ പിന്നെ ഗുരുതി പൂജ ഉണ്ടോ? ഗുരുതി പൂജ ഉണ്ട് അല്ലേ? പിന്നെ ഇത് അറിവുണ്ടോ? പോയി അതൊന്നും ഉണ്ടാ? ഉണ്ട്. പക്ഷെ അത് ക്ഷേത്ര ആചാരങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് അങ്ങനത്തെ പരിപാടി ഇല്ല. അങ്ങനത്തെ അല്ലേ? പിന്നെ ഉള്ളിൽ ഏതൊക്കെ ദേവതയാണുള്ളത്? ദേവി ക്ഷേത്രം, ദേവിയാണ് മെയിനായിട്ടുള്ളത്. ഗണേശനുണ്ടോ? ഉണ്ടോ? ഗണേശനില്ല. പിന്നെ വേറെ ദേവതയുള്ള സാധാരണ ക്ഷേത്രത്തിന്റെ പുറത്ത് ഉണ്ടാവും. ക്ഷേത്രത്തിന്റെ പുറത്ത് ചുറ്റുമതിന്റെ ഉള്ളിലായിട്ട് പടുക ഭൈരവി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വലതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് ക്ഷേത്രത്തിന്റെ പുറത്തല്ലേ? പിന്നെ തൊട്ടപ്പുറം ഉള്ളത് അമ്മേന്റെ ആരുടെ അല്ലേ? ദേവിന്റെ പേര് കൂടി പറയും. സാധാരണ ക്ഷേത്രത്തിൽ വെച്ചാൽ ചിലപ്പം ഉള്ളിൽ മഹാദേവ സാമീപ്യം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റൊന്നും സാമീപ്യം ഉണ്ടാവില്ല. അപ്പം ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ദേവി മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീചക്രം ഉണ്ടോ? ശ്രീചക്ര മഹാമേരു ശ്രീചക്രമായിട്ട് പൂജ ചെയ്യുന്നുണ്ട്. അതല്ല, നമ്മൾ ശ്രീചക്ര മഹാമേരുവിൽ വരും. കാരണം ഏറ്റവും ഉത്തമമായ പവർഫുൾ ഉള്ളത് കുത്തനെയുള്ള ശ്രീചക്ര മഹാമേരുവിൽ അർച്ചിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന ഒരാളാണ്. ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും കൂടിയാണ് ഞാൻ. അതാണ് ഞാൻ